ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഡ് ലേണർ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് പൈത്തൺ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനകത്ത് എങ്ങനെ ഡിഫറെൻറ്റ് പിക്ചേഴ്സ് ഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ 2D ഷേപ്സ് എങ്ങനെ ഡ്രോ ചെയ്യാം എന്നതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പൈത്തണിൽ 2D ഷേപ്സ് ഡ്രോ ചെയ്യാനും വേണ്ടിയിട്ട് ടർട്ടിൽ എന്നുള്ള ഒരു മൊഡ്യൂൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ടർട്ടിൽ എന്നുള്ള മൊഡ്യൂൾ നിങ്ങളെ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മൊഡ്യൂൾ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡാണ് pip install python turtle. ഈ ഒരു കമാൻഡ് നിങ്ങൾ കമാൻഡ് പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടർട്ടിൽ മൊഡ്യൂൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്തോട്ട് ഇന്റർനെറ്റിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻസ്റ്റാൾ ആവും. അപ്പോൾ വൺസ് നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടർട്ടിൽ മൊഡ്യൂളിനകത്ത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് അവൈലബിൾ ആണ്. ഈ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് 2D ഷേപ്സ് അല്ലെങ്കിൽ പലതരത്തിലുള്ള പിക്ചേഴ്സ്, പല കളറിലുള്ള പിക്ചേഴ്സ് നിങ്ങൾക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല നല്ല ഡിസൈനൊക്കെ നിങ്ങൾക്ക് പൈത്തൺ ടർട്ടിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ ആക്ച്വലി ചെയ്യുന്നത് ടർട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ടർട്ടിൽ ഒബ്ജക്റ്റിനെ നിങ്ങളെ കമ്പ്യൂട്ടറിനകത്ത് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ ഒരു സിംഗിൾ സ്റ്റെപ്പാണ്, അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ അങ്ങനെ ഒരു ടർട്ടിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ആ ടർട്ടിൽ യൂസ് ചെയ്തിട്ടാണ് ഡിഫറെൻറ്റ് പിക്ചേഴ്സ് ഡ്രോ ചെയ്യുന്നത്. സാധാരണ വേർഡ് പോലെ തന്നെ ഈ ടർട്ടിൽ നിങ്ങൾക്ക് സ്ക്രീനിനകത്ത് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ ഈ ടർട്ടിലിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഈ മൂവ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ കമാൻഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് മൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന് സ്ക്രീനിൽ ഒരു പെന്ന് കൊണ്ട് ഈ ടർട്ടിൽ ഡിഫറെൻറ്റ് പിക്ചേഴ്സ് ഡ്രോ ചെയ്യും. ആക്ച്വലി ഇതിന്റെ കൺസെപ്റ്റ് പറയുന്നത് ഈ ടർട്ടിലിന്റെ ടെയിൽ എന്തെങ്കിലും ഒരു പെന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടർട്ടിൽ മൂവ് ചെയ്യുമ്പോൾ ഈ പെന്ന് എന്ത് ചെയ്യും, സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ലൈൻ ഡ്രോ ചെയ്യുക അല്ലെങ്കിൽ സർക്കിൾ ഡ്രോ ചെയ്യുക, അങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്സ് നിങ്ങൾക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് നിങ്ങൾക്ക് ഫിൽ ചെയ്യാൻ പറ്റും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല നല്ല ഡിസൈൻ ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റും. 2-3 ഷോർട്ട് വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്, ടർട്ടിൽ യൂസ് ചെയ്ത് ഡ്രോ ചെയ്ത ഡിഫറെൻറ്റ് പിക്ചേഴ്സ്. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടർട്ടിലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ടർട്ടിൽ കൺട്രോൾ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് കമാൻഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാനിവിടെ എക്സാമ്പിൾ കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് പൈത്തണിൻ്റെ ഐഡിയൽ ആപ്ലിക്കേഷനാണ്. ഈ ഐഡിയൽ ആപ്ലിക്കേഷൻ്റെ യൂസേജ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഐഡിയൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്ക്രീനിൽ ഡെസ്ക്ടോപ്പിൽ പകുതി പോർഷൻ ഇവിടെ ഐഡിയൽ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഐഡിയൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ട്രിപ്പിൾ ഗ്രേറ്റർ ദാൻ സിമ്പൽ. ഇതാണ് ഐഡിയലിൻ്റെ ഇൻട്രാക്റ്റീവ് മോഡ്. ഇവിടെ നിങ്ങൾക്ക് പൈത്തൺ കമാൻഡ്സ് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടർട്ടിൽ യൂസ് ചെയ്തിട്ട് എങ്ങനെ 2D ഷേപ്സ് അല്ലെങ്കിൽ പിക്ചേഴ്സ് ഡ്രോ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ടർട്ടിൽ മൊഡ്യൂൾ നിങ്ങളെ പ്രോഗ്രാമിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇമ്പോർട്ട് ടർട്ടിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ടർട്ടിൽ എന്നുള്ള മൊഡ്യൂൾ നിങ്ങളെ പ്രോഗ്രാമിനകത്തോട്ട്, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമിനകത്തോട്ട് അത് ഇമ്പോർട്ട് ആകും. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കമ്പ്യൂട്ടറിനകത്ത് ഫസ്റ്റ് ടർട്ടിൽ എന്നുള്ള മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഇൻസ്റ്റാൾ ചെയ്യാനാണ് pip install python turtle എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് എൻ്റെ ഈ ലാപ്പിനകത്ത് ഓൾറെഡി ടർട്ടിൽ ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്പ് ഞാൻ ഇനി കാണിക്കുന്നില്ല. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഒരു ടർട്ടിൽ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ടർട്ടിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ടി എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ പേരാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. ടർട്ടിൽ ഡോട്ട് ടർട്ടിൽ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർട്ടിൽ എന്നുള്ള മൊഡ്യൂളിൽ നിന്ന് ഈ ടർട്ടിൽ എന്നുള്ളൊരു ക്ലാസ് യൂസ് ചെയ്തിട്ട്, ഇതൊരു ക്ലാസിൻ്റെ പേരാണ്, ക്ലാസ് യൂസ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാണ്. ദാറ്റ് ഒബ്ജക്റ്റ് നെയിം ഈസ് ടി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. ഇനി ഈ ഒബ്ജക്റ്റ്, ഇതാണ് നമ്മുടെ ടർട്ടിൽ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് കമാൻഡ്സ് ഈ ഒബ്ജക്റ്റിന് മേലെ പെർഫോം ചെയ്തിട്ട് ഈ ടർട്ടിലിനെ കൊണ്ട് നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്സ് ഡ്രോ ചെയ്യിക്കാം. ഇപ്പോൾ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൂടെ സ്ക്രീനിലൊരു എക്സ്ട്രാ ഒരു വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഡ്രോ ചെയ്യാനുള്ള വിൻഡോ അല്ലെങ്കിൽ ക്യാൻവാസ്. ഇതിനകത്താണ് ഇനി നമുക്ക് ഡ്രോ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ടർട്ടിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഒരു ചെറിയൊരു ആരോ മാർക്ക് കൂടെ കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ടർട്ടിലിൻ്റെ ഷേപ്പ്. ഇത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ടി ഡോട്ട് ഷേപ്പ് ഓഫ് ടർട്ടിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ടർട്ടിലിൻ്റെ ഷേപ്പായി മാറും. അപ്പോൾ അതൊരു ടർട്ടിലിൻ്റെ ഷേപ്പായി, അതായത് സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു ടർട്ടിൽ. അപ്പോൾ ഇനി ഈ ടർട്ടിലിനെ സ്ക്രീനിൽ ഇങ്ങനെ മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ അതൊരു ലൈൻ, ഇങ്ങോട്ടൊരു ലൈൻ വരക്കും. ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ അത് ഇങ്ങോട്ടൊരു ലൈൻ വരക്കും. ദെൻ ഇങ്ങനെ മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ ഒരു സർക്കിൾ രൂപത്തിൽ മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ അതൊരു സർക്കിൾ ഡ്രോ ചെയ്യും. ദെൻ ആ സർക്കിളിനുള്ളിൽ നിങ്ങൾക്ക് കളേഴ്സ് ഫില്ല് ചെയ്യാം. അങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്പ് നിങ്ങൾക്ക് ഈ ടർട്ടിലിനെ കൊണ്ട് വരയ്ക്കാൻ പറ്റും. തൽക്കാലം നമുക്ക് ഇതിൻ്റെ ഷേപ്പ് പഴയ രീതിയിൽ തന്നെ ആക്കാം. ടി ഡോട്ട് ഷേപ്പ് ഓഫ് ക്ലാസിക് എന്നാണ്
പഴയ ഷേപ്പിൻ്റെ പേര്. അങ്ങനെ പല ടൈപ്പ് ഷേപ്പ് ഉണ്ട്. സർക്കിൾ ഉണ്ട്, ടർട്ടിൽ ഉണ്ട്, ക്ലാസിക് ഉണ്ട്, ആരോ ഉണ്ട്. ക്ലാസിക് കൊടുത്തു കഴിഞ്ഞാൽ പഴയ മോഡലിലോട്ട് തന്നെ വന്നോളും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ ഇവിടെ ഒരു ടർട്ടിൽ നിങ്ങളെ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ആ ടർട്ടിലിൻ്റെ ടെയിൽ എൻഡിൽ ഒരു പെന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ പെന്ന് വേണമെന്നെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ പെന്ന് അപ്പും ചെയ്യാം, പെന്ന് ഡൗൺ ചെയ്യാം. പെന്ന് ഡൗൺ ആണ്, ബൈ ഡിഫോൾട്ട് പെൻ ഡൗൺ മോഡിലാണ്, അതായത് സ്ക്രീനിൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. ദെൻ നിങ്ങൾക്ക് ആ ടർട്ടിലിനെ മുന്നോട്ട് മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ, മുന്നോട്ട് മൂവ് ചെയ്യിക്കാൻ ഫോർവേഡ് എന്നുള്ള കമാൻഡ് ഉണ്ട്. മുന്നോട്ട് മൂവ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് മുന്നോട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ലൈന് ഡ്രോ ചെയ്യും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ടി ഡോട്ട് ഫോർവേഡ് എന്നുള്ളൊരു കമാൻഡ് ഉണ്ട്. ടി ഡോട്ട് ഫോർവേഡ് ഓഫ് എത്ര പിക്സൽ കണ്ട് മുന്നോട്ട് മൂവ് ചെയ്യണമെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ഫോർ എക്സാമ്പിൾ 50 എന്ന് കൊടുക്കുകയാണെങ്കിൽ 50 പിക്സൽസ് ഇതിപ്പോൾ ഇങ്ങോട്ടാണ് ഷേപ്പ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്, അതായത് റൈറ്റ് സൈഡിലോട്ട്, സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലോട്ടാണ് ഷേപ്പ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ടി ഈക്വൽ ടു ടർട്ടിൽ ഡോട്ട് ടർട്ടിൽ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പറയുമ്പോൾ ഒരു ടർട്ടിൽ ഒബ്ജക്റ്റിനെ സ്ക്രീനിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിൻഡോയിൽ അതിൻ്റെ സെൻറ്റർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ സെൻറ്റർ പൊസിഷൻ. അതായത് ഈ ഒരു സ്ക്രീനിൽ, ഈ ഒരു വിൻഡോയിൽ ഇതാണ് അതിൻ്റെ സെൻറ്റർ പൊസിഷൻ. അപ്പോൾ ഇവിടെ XY കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് ഡ്രോ ചെയ്യുന്നത്. അതിൻ്റെ 0 പൊസിഷൻ എന്ന് പറഞ്ഞാൽ സെൻറ്ററാണ്. ഓക്കെ, ബൈ ഡിഫോൾട്ട് ഇത് ഇങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ടാണ് ഇത് ഫേസ് ചെയ്ത് നിൽക്കുക. ഇത് നിങ്ങൾക്ക് ഏത് രീതിയിലും ഫേസ് ചെയ്ത രീതിയിൽ നിർത്താൻ പറ്റും. അതിന് ഡിഫറെൻറ്റ് കമാൻഡ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ റൈറ്റ് സൈഡിലോട്ട്, അതായത് ഈസ്റ്റ് സൈഡിലോട്ടാണ് ഇത് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ടി ഈക്വൽ ടു ടി ഡോട്ട് ഫോർവേഡ് ഓഫ് 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടാണ് മുന്നോട്ട് പോവുക. ഫോർവേഡ് ഓഫ് 50 പിക്സൽ മുന്നോട്ട് പോകും. നമുക്കൊന്ന് എൻ്റർ കീ പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങോട്ടൊരു ലൈന് വരച്ചു അല്ലേ, ഒരു ലൈന് വരച്ചിട്ട് അവിടെ സ്റ്റോപ്പായി നിന്നു, അതായത് 50 പിക്സൽ മുന്നോട്ട് പോയി. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ബാക്ക്വേർഡും വരുത്തിക്കാൻ പറ്റും. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് ടി ഡോട്ട് ബാക്ക്വേർഡ്. ഒന്നുകിൽ ബാക്ക്വേർഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബാക്ക് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാം. ടി ഡോട്ട് ബാക്ക്വേർഡ് ഓഫ് എത്ര പിക്സൽ ബാക്കിലോട്ട് വരണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ഫോർ എക്സാമ്പിൾ 100 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100 പിക്സൽ ഇങ്ങോട്ട് ബാക്കിലോട്ട് വരും, അതായത് ഇവിടെ നിന്ന് 100 പിക്സൽ ബാക്കിലോട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് ടി ഡോട്ട് ഫോർവേഡിന് പകരം ടി ഡോട്ട് FD എന്നും യൂസ് ചെയ്യാം, രണ്ടും വർക്ക് ചെയ്യും. സോ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ടി ഡോട്ട് ബാക്ക്വേർഡ് ഓഫ് 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് 100 പിക്സൽ ഇത് ബാക്കിലോട്ട് വന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കമാൻഡ് റൈറ്റ് എന്നുള്ള കമാൻഡാണ്. അതായത് ഈ ടർട്ടിലിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യിക്കാം. ഒന്നെങ്കിൽ റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കാം, റൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊസിഷനിലോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കാം, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കാം. സോ നമുക്ക് ഫസ്റ്റ് റൈറ്റ് കമാൻഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ടി ഡോട്ട് റൈറ്റ് ഓഫ് അല്ലെങ്കിൽ RT എന്നും യൂസ് ചെയ്യാം. ടി ഡോട്ട് റൈറ്റ് ഓഫ് ഫോർ എക്സാമ്പിൾ 90 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 90 ഡിഗ്രി ഇത് റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യും. സോറി, ഇതാണ് റൈറ്റ്, താഴോട്ട് 90 ഡിഗ്രി താഴോട്ട് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ ഫേസ് ചെയ്യുക ഡൗൺ ആയിരിക്കും, ഡൗണിലോട്ടാണ് ഫേസ് ചെയ്യുക. 90 ഡിഗ്രി ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് അപ്വേർഡ് ഫേസ് ചെയ്ത് നിൽക്കും. ഇനി ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 45 ഡിഗ്രി റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് താഴോട്ട് ഒരു 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. എൻ്റർ അടിച്ച് നോക്കാം. അപ്പോൾ അതിൻ്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ താഴോട്ട് ഇത് റൊട്ടേറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യാം. ടി ഡോട്ട് ലെഫ്റ്റ് ഓഫ്, ലെഫ്റ്റിന് LT എന്ന് യൂസ് ചെയ്യാം. 45 എന്ന് പറഞ്ഞാൽ വീണ്ടും പഴയ പൊസിഷനിലോട്ട് തന്നെ വരും. ഓക്കെ, ഇനി പെൻ അപ്പ് എന്നുള്ള കമാൻഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ടി ഡോട്ട് ലെഫ്റ്റ് അടിച്ചപ്പോൾ ലെഫ്റ്റിലോട്ട് ആ ഒരു പർട്ടിക്കുലർ ആംഗിൾ ലെഫ്റ്റ് റൊട്ടേറ്റ് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്ന് റൈറ്റിലോട്ട് അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് ഒന്നുകൂടി റൊട്ടേറ്റ് ചെയ്യാം. ടി ഡോട്ട് ലെഫ്റ്റ് ഓഫ് നമുക്കൊരു 45 ഡിഗ്രി കൊടുക്കാം. ഇപ്പോൾ 45 ഡിഗ്രി ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഒന്ന് മൂവ് ചെയ്യിക്കാം. ടി ഡോട്ട് ഫോർവേഡ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ FD കമാൻഡ് ഉണ്ട്, രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്നുകിൽ ഫോർവേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ FD യൂസ് ചെയ്യാം. എത്ര പിക്സൽ മുന്നോട്ട് മൂവ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുക. നമുക്കൊരു 100 പിക്സൽ മുന്നോട്ട് മൂവ് ചെയ്യണമെന്ന് കരുതുക. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അത് മുന്നോട്ട് മൂവ് ചെയ്യും. മുന്നോട്ട് മൂവ് ചെയ്തു. ഇപ്പോൾ ഇത് പൊസിഷന് പെന്ന് സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ടാണ് അത് മുന്നോട്ട് മൂവ് ചെയ്തത്. സോ പെൻ ഡൗൺ എന്നുള്ള കമാൻഡ് അല്ലെങ്കിൽ അത് ബൈ ഡിഫോൾട്ട് പെൻ ഡൗൺ മോഡിലാണ് കിടക്കുന്നത്. നമുക്ക് പെൻ അപ്പ് ചെയ്തിട്ടൊന്ന് മൂവ് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ ടി ഡോട്ട് പെൻ അപ്പ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നേരത്തെ ഈ
ടർട്ടിലിൻ്റെ ടെയിൽ എൻഡിൽ ഒരു പെന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ ടി ഡോട്ട് പെൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെന്ന് സ്ക്രീനിൽ നിന്ന് അപ്പായി നിൽക്കും, അതായത് പിന്നെ അത് സ്ക്രീനിൽ ടച്ച് ആകില്ല. സോ ടി ഡോട്ട് പെൻ അപ്പ് ചെയ്തു. ഇനി നമ്മൾ ടി ഡോട്ട് ഫോർവേഡ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ FD എന്നുള്ള കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ലൈൻ ഡ്രോ ചെയ്യില്ല, പക്ഷെ അത് മുന്നോട്ട് മൂവ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 100 കൊടുത്തു കഴിഞ്ഞാൽ അത് മുന്നോട്ട് മൂവ് ചെയ്തു, ലൈൻ ഡ്രോ ചെയ്യാതെ മുന്നോട്ട് മൂവ് ചെയ്തു. അതിന് മീനിങ് എന്താണ്? ഇവിടെ പെൻ അപ്പാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പെന്ന് ഡൗൺ ചെയ്യണം. ടി ഡോട്ട് പെൻ ഡൗൺ എന്നുള്ളൊരു കമാൻഡ് ഉണ്ട്, പെൻ ഡൗൺ ഓഫ്. ഇനി നിങ്ങൾ മുന്നോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ടി ഡോട്ട് FD ഓഫ് 100 കൊടുത്തു കഴിഞ്ഞാൽ ലൈൻ ഡ്രോ ചെയ്തിട്ട് മുന്നോട്ട് മൂവ് ചെയ്യും. അപ്പോൾ അതാണ് പെൻ അപ്പും പെൻ ഡൗണും ഫംഗ്ഷൻ തമ്മിലുള്ള യൂസേജ്. ഇനി നമുക്ക് ഇപ്പോൾ ടർട്ടിൽ ഈ ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്, ഈ ടർട്ടിലിനെ വേറെ ഏതെങ്കിലും പൊസിഷനിലോട്ട് എത്തിക്കണം. ഫോർ എക്സാമ്പിൾ ഈ ഒരു പൊസിഷനിലോട്ട് തന്നെ തിരിച്ചെത്തിക്കണം എന്ന് കരുതുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു പൊസിഷൻ സെൻട്രൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 0 ആണ് പോയിന്റ്. ഇവിടുന്ന് ഇങ്ങോട്ട് എക്സ് വാല്യൂ കൂടി വരും, ഇവിടുന്ന് ഇങ്ങോട്ട് എക്സ് വാല്യൂ റെഡ്യൂസ് ചെയ്ത് വരും. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് വൈ വാല്യൂ കുറഞ്ഞു വരും, ഇവിടുന്ന് ഇങ്ങോട്ട് വൈ വാല്യൂ കൂടി വരും. സാധാരണ നമ്മൾ പേപ്പറിലൊക്കെ ഗ്രാഫ് വരയ്ക്കുന്ന പോലെ തന്നെ. അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ പൊസിഷനിലോട്ട് ഈ ടർട്ടിലിനെ എത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഗോ ടു കമാൻഡ്. അപ്പോൾ ഗോ ടു കമാൻഡ് ട്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇപ്പോൾ ടർട്ടിൽ ഇപ്പോൾ ഓൾറെഡി ഈ ഒരു പൊസിഷനിലാണ്, ഈ പൊസിഷനിൽ നിന്ന് ഗോ ടു കമാൻഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഒരു പൊസിഷനിലോട്ടാണ് ഗോ ടു കമാൻഡ് അടിക്കുന്നതെങ്കിൽ ടർട്ടിൽ ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യും, മൂവ് ചെയ്യുന്നതോട് കൂടെ തന്നെ ഒരു ലൈൻ ഡ്രോ ആവും, കാരണം ഇപ്പോൾ പെന്ന് ഡൗൺ ആണ്. അപ്പോൾ നിങ്ങൾ ഗോ ടു കമാൻഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം പെന്നൊന്ന് അപ്പ് ചെയ്യാം. സോ ടി ഡോട്ട് പെൻ അപ്പ്. ഇപ്പോൾ പെൻ അപ്പായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടി ഡോട്ട് ഗോ ടു കമാൻഡ് ടൈപ്പ് ചെയ്യാം. ഗോ ടു ഓഫ് XY കോർഡിനേറ്റ് ആണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ 0 കൊടുക്കുകയാണെങ്കിൽ ഈ പൊസിഷനിലോട്ട് എത്തും. ഓക്കെ. ഇനി സപ്പോസ് നിങ്ങൾ എക്സ് വാല്യൂ ഒരു 10 കൊടുത്തു എന്ന് കരുതുക, എക്സ് വാല്യൂ 10 കൊടുത്തു, വൈ വാല്യൂ ഒരു -20 കൊടുത്തു എന്ന് കരുതുക. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് എക്സ് വാല്യൂ 10, അതായത് ഇത്രയും പോയിന്റ്, അതുപോലെ വൈ വാല്യൂ -20. സോ ഇതായിരിക്കും പോയിന്റ്, ഈ ഒരു പോയിന്റിലോട്ടാവും എത്തുക, ഏകദേശം ഈ ഒരു പോയിന്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് തൽക്കാലം 0 പോയിന്റിലോട്ട് തന്നെ എത്തിക്കാം. ഗോ ടു ഓഫ് 0. സോ ടർട്ടിൽ അതിൻ്റെ ഒറിജിൻ പൊസിഷനിലോട്ട് എത്തിയിട്ടുണ്ട്. 0 എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ 0 പൊസിഷന്. നമ്മൾ നേരത്തെ ബാക്ക്വേർഡ് ഒരു 100 കൊടുത്ത കാരണമാണ് ഒരു 100 പിക്സൽ ബാക്കിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒറിജിൻ പൊസിഷൻ. ഇനി അടുത്തത്, ഇപ്പോൾ ടർട്ടിൽ എത്ര ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് ഹെഡിങ് എന്ന് പറഞ്ഞ കമാൻഡ് ഉണ്ട്. സോ ടി ഡോട്ട് ഹെഡിങ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടി ഡോട്ട് ഹെഡിങ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് 45 എന്ന് വരും. അതായത് 45 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് ഈ ടർട്ടിൽ നിൽക്കുന്നത്, അതായത് ലെഫ്റ്റിലോട്ട് 45 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ. ഇതേപോലെ തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ടി ഡോട്ട് പൊസിഷൻ എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ടി ഡോട്ട് പൊസിഷൻ ഓഫ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഏത് പോയിന്റിലാണ്, അതായത് 0 എന്നുള്ള പോയിന്റിലാണ് നിൽക്കുന്നത്, അതിൻ്റെ XY പൊസിഷനാണ് കിട്ടുക. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഈ ടർട്ടിൽ ഇപ്പോൾ ബൈ ഡിഫോൾട്ട് ടർട്ടിൻ്റെ കളർ ഡാർക്കാണ് അല്ലെങ്കിൽ ബ്ലാക്ക് ആണ്. ഇപ്പോൾ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ടാണ് ഇത് ലൈൻ ഡ്രോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് കളർ ചേഞ്ച് ചെയ്യണമെന്ന് കരുതുക. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് ടി ഡോട്ട് കളർ ഓഫ്. നിങ്ങൾക്ക് ആർഗ്യുമെൻ്റ് ആയിട്ട് ഒന്നുകിൽ RGB വാല്യൂ പറഞ്ഞു കൊടുക്കാം, അതായത് റെഡ്, ഗ്രീൻ, ബ്ലൂ ആ 3 വാല്യൂസ് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് കറസ്പോണ്ടിങ് കളർ ഏതാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ടർട്ടിൻ്റെ കളറ് റെഡ് കളർ ആകും. ഇനി നിങ്ങൾ ലൈൻ ഡ്രോ ചെയ്യുമ്പോൾ അത് റെഡ് കളറിലാവും കാണുക. ഫോർ എക്സാമ്പിൾ ടി ഡോട്ട്, നമുക്ക് ബാക്ക്വേർഡ് വരാം അല്ലെങ്കിൽ ഫോർവേഡ് തന്നെ മൂവ് ചെയ്യിക്കാം. ടി ഡോട്ട് FD ഓഫ്, ഒന്നുകിൽ ഫോർവേഡ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ FD എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാം. FD ഓഫ് ഒരു 30 കൊടുക്കാം. 30 കൊടുത്തു കഴിഞ്ഞാൽ, സോറി ഇപ്പോൾ പെന്ന് ഡൗൺ ആക്കിയിട്ടില്ല, നേരത്തെ പെന്ന് അപ്പ് ആക്കിയിട്ട് നമ്മൾ പെന്ന് ഡൗൺ ആക്കിയിട്ടില്ല. സോ ടി ഡോട്ട് പെൻ ഡൗൺ എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യണം. അതിനുശേഷം ടി ഡോട്ട് FD ഓഫ്, നമുക്കൊരു ലൈൻ ഡ്രോ ചെയ്യാം, മുന്നോട്ടൊരു ലൈൻ ഡ്രോ ചെയ്യാം, ഒരു 100 പിക്സൽ കൊടുക്കാം. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ മുന്നോട്ടൊരു ലൈൻ വരച്ചു, റെഡ് കളറിൽ മുന്നോട്ടൊരു ലൈൻ വരച്ചു. അപ്പോൾ അതാണ് കളർ ഫംഗ്ഷൻ.
ഇനി ഇതേപോലെ തന്നെ ഡോട്ട് ഫംഗ്ഷൻ ഉണ്ട്, ടി ഡോട്ട് ഡോട്ട്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഡോട്ട് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ടൈറ്റിൽ നിൽക്കുന്ന പൊസിഷനിൽ ഒരു സിംഗിൾ ഡോട്ട് ഇടും. പിന്നെ ഈ കൂടെ കാണാൻ പറ്റിയ ഒരു ഡോട്ട് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ടർട്ടിലിൻ്റെ ഷേപ്പിന് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ടി ഡോട്ട് ഷേപ്പ് ഓഫ്, നിങ്ങളൊരു ഷേപ്പ് പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ടർട്ടിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ ടർട്ടിൽ ഷേപ്പായിട്ട് മാറും, ഒരു ടർട്ടിൽ ഷേപ്പായി മാറി. ഓക്കെ, ഇതേപോലെ തന്നെ ടി ഡോട്ട് ഷേപ്പ് ഓഫ് സർക്കിൾ ഉണ്ട്, സർക്കിൾ ഷേപ്പിൽ വരണമെന്നുണ്ടെങ്കിൽ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഒരു സർക്കിൾ ഷേപ്പായിട്ട് മാറി. അതായത് ആ കഴ്സർ ആ പോയിൻ്റർ എന്ത് ഷേപ്പ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് തൽക്കാലം പഴയ ഷേപ്പ് തന്നെ ആക്കാം. ടി ഡോട്ട് ഷേപ്പ് ഓഫ് ക്ലാസിക്, അതാണ് പഴയ ഷേപ്പ്. ഇതുപോലെ ആരോ ഷേപ്പും ഉണ്ട്, ഇപ്പോൾ ക്ലാസിക് ഷേപ്പായി. ഇനി അടുത്ത ഫംഗ്ഷനാണ് ഫിൽ കളർ. അതായത് നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സർക്കിളൊക്കെ ഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സർക്കിളിൽ നമുക്കൊരു പർട്ടിക്കുലർ കളർ വെച്ച് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഫിൽ കളർ. അപ്പോൾ തൽക്കാലം നമുക്കൊരു സർക്കിൾ വരച്ച് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കഴ്സർ ഏകദേശം ഈ ഒരു പോയിന്റിൽ എത്തിക്കാം, എന്നിട്ട് ഇവിടെ ഒരു സർക്കിൾ വരക്കാം. അപ്പോൾ അതിന് വേണ്ടി ഈ ഒരു പോയിന്റിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ആ പെൻ അപ്പ് ചെയ്യണം. സോ ടി ഡോട്ട് പെൻ അപ്പ് ഓഫ്, പെൻ അപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഗോ ടു ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ടി ഡോട്ട് ഗോ ടു ഓഫ്, ഏകദേശം ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് 0 പോയിന്റ് നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ 0 പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ എക്സ് വാല്യൂ മൈനസ് വാല്യൂയിലോട്ട് വരണം. സോ മൈനസ് ഒരു 300 കൊടുക്കാം, മൈനസ് 300. ഒരു 300 പിക്സൽ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു. അതുപോലെ വൈ വാല്യൂ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് പോയിന്റ് പറഞ്ഞാൽ ഇത് 0 ആണ്. അപ്പോൾ നമുക്ക് വൈൻ്റെ വാല്യൂ 0 കൊടുത്താൽ മതി. അതായത് ഇതേ വൈ ഡയറക്ഷൻ, അതായത് വൈ ഒന്നും ചെയ്യണ്ട, എക്സ് വാല്യൂ മൈനസ് 300 ആക്കാം. ഓക്കെ, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ആ കഴ്സർ ഇവിടെ എത്തി. ഓക്കെ, നമുക്കൊന്നും കൂടി കുറച്ചും കൂടി ഒന്ന് മുന്നോട്ട് മൂവ് ചെയ്യിക്കാം ഇതിനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിപ്പോൾ ഇങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്ത് നിൽക്കുന്നത്, നമുക്കൊന്ന് റൈറ്റിലോട്ട് ഒരു 45 ഡിഗ്രി ഒന്ന് തിരിക്കുക അതിന്. ടി ഡോട്ട് റൈറ്റ് ഓഫ് 45. ഓക്കെ, ഇനി ഒന്ന് മുന്നോട്ട് മൂവ് ചെയ്യിക്കാം. ടി ഡോട്ട് എഫ് ഡി ഓഫ് ഒരു 50 പിക്സലൊന്ന് മുന്നോട്ട് മൂവ് ചെയ്യിക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ എത്തി. നമുക്കതിൻ്റെ പിക്സൽ പെന്ന് ഡൗൺ ചെയ്യാം, കാരണം ഇനി നമ്മൾ ഡ്രോ ചെയ്യാൻ പോവുകയാണ്. സോ ടി ഡോട്ട് പെൻ ഡൗൺ ഓഫ്, ഇപ്പോൾ പെന്ന് ഡൗൺ ആയി. ഇനി നമുക്ക് ഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കറസ്പോണ്ടിങ് ഷേപ്പ് അവിടെ ഡ്രോ ചെയ്യും. അപ്പോൾ തൽക്കാലം നമുക്കൊരു സർക്കിൾ ഫസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് നോക്കാം. എന്നിട്ട് അതിനകത്തൊരു പർട്ടിക്കുലർ കളർ ഫില്ല് ചെയ്യാൻ നോക്കാം. അപ്പോൾ കളർ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ബിഗിൻ ഫില്ല് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. സോ ടി ഡോട്ട് ബിഗിൻ അണ്ടർസ്കോർ ഫിൽ ഓഫ് നിങ്ങൾ ഏതാണ് കളർ വേണ്ടത് വെച്ചാൽ പറഞ്ഞു കൊടുക്കുക. ഇവിടെയും നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ RGB വാല്യൂ റെഡ് ഗ്രീൻ ബ്ലൂ വാല്യൂസ് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കളറിൻ്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. തൽക്കാലം നമുക്കൊരു ഗ്രീൻ കളർ വെച്ച് ഫില്ല് ചെയ്യാം. എന്തൊരു എറർ ഉണ്ട്, ബിഗിൻ ഫില്ല് ടേക്സ് 1 പൊസിഷണൽ ആർഗ്യുമെൻറ്റ്. ഓക്കെ, അതിന് ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. സോ ടി ഡോട്ട് ബിഗിൻ അണ്ടർസ്കോർ ഫില്ല്. ഇപ്പോൾ കളർ ഫില്ല് ചെയ്യേണ്ട കളർ നമ്മൾ ഏതാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യേണ്ട കളർ ഏതാണെന്നുള്ളത് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഫിൽ കളർ നമുക്കൊരു പർട്ടിക്കുലർ കളർ യൂസ് ചെയ്യാം. ടി ഡോട്ട് ഫിൽ കളർ ഓഫ്, നമുക്കൊരു ഫില്ല് ചെയ്യേണ്ട കളർ ഗ്രീൻ കൊടുക്കാം, ഗ്രീന്. ഇനി നമുക്ക് സർക്കിൾ ഡ്രോ ചെയ്യാം. ടി ഡോട്ട് സർക്കിൾ എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, സർക്കിൾ ഡ്രോ ചെയ്യാൻ. അത് എത്ര റേഡിയസിൽ ഡ്രോ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. നമുക്കൊരു 100 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ഡ്രോ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, ടർട്ടിൽ ഒരു സർക്കിൾ ഡ്രോ ചെയ്തു. ഇനി ഡ്രോ ചെയ്ത സർക്കിളിനുള്ളിൽ നമുക്കൊരു ഈ ഗ്രീൻ കളർ വെച്ച് ഫില്ല് ചെയ്യണം. അപ്പോൾ ബിഗിൻ ഫില്ല് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, നമ്മൾ എൻഡ് ഫില്ല് കൊടുത്താൽ മതി. ടി ഡോട്ട് എൻഡ് ഫില്ല് അടിക്കുമ്പോൾ എൻഡ് അണ്ടർസ്കോർ ഫിൽ ഓഫ് എന്നുള്ള കമാൻഡ് ടൈപ്പ് ചെയ്യുമ്പോൾ
അതായത് ഈ ബിഗിൻ ഫില്ല് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, അതിനുള്ളിൽ നമ്മൾ സർക്കിൾ ഡ്രോ ചെയ്തു, ദെൻ എൻഡ് ഫില്ല് അടിച്ച് കഴിഞ്ഞാൽ ആ സർക്കിളിൽ ആ ഒരു പർട്ടിക്കുലർ കളർ വെച്ച് ഫില്ല് ചെയ്യും. അപ്പോൾ ഇതാണ് ബിഗിൻ ഫില്ലും എൻഡ് ഫില്ലും. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളറ് ചൂസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ സപ്പോസ് നിങ്ങൾക്ക് ഒരു റെക്റ്റാങ്കിൾ വരക്കണം എന്ന് കരുതുക, അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരക്കാം, അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഈ സാധനത്തിന്, അതായത് ഈ ടർട്ടിലിനെ ഇങ്ങോട്ട് എത്തിക്കണം. അപ്പോൾ അങ്ങോട്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം പെൻ അപ്പ് ചെയ്യുക, പെൻ അപ്പ് ഓഫ്, ദെൻ ഇങ്ങോട്ട് എത്തിക്കണം. സോ ടി ഡോട്ട് ഗോ ടു ഓഫ്. ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് 0 0 പൊസിഷന്. ഏകദേശം ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് y വാല്യൂ റെഡ്യൂസ് ചെയ്യണം. സോ മൈനസ് ഒരു 300 കൊടുക്കാം, മൈനസ് എക്സ് വാല്യൂ താഴോട്ട് ഏകദേശം വരണം. സോ മൈനസ് ഒരു 200, അതുപോലെ മൈനസ് 300. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നല്ലോണം താഴോട്ട് വന്നു. നമുക്ക് y വാല്യൂ ഒന്ന് റെഡ്യൂസ് ചെയ്യാം. ടി ഡോട്ട് ഗോ ടു ഓഫ് മൈനസ് 200, എക്സ് സെയിം പോയിൻ്റ് മതി, y വാല്യൂ നമുക്കൊരു 150 മതി. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരക്കാം. ഇപ്പോൾ റെക്റ്റാങ്കിൾ വരക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ടർട്ടിലിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കണം, ദെൻ ഒന്നുകിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കാം അല്ലെങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കാം. സപ്പോസ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യിക്കണമെങ്കിൽ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുക, ദെൻ ഒരു ലൈൻ ഡ്രോ ചെയ്യുക, ദെൻ എഗെയിൻ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുക, ദെൻ ലൈൻ ഡ്രോ ചെയ്യുക, ദെൻ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ അത് റിപ്പീറ്റ് ആയിട്ട് ചെയ്യിക്കേണ്ടി വരും. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്കൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഈ 4 ലൈൻ ഡ്രോ ചെയ്യിക്കാം, അല്ലെങ്കിൽ ഓരോ സിംഗിൾ കമാൻഡായിട്ടും ചെയ്യിക്കാം. നമുക്കൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. സോ ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 5, 4 ലൈന് വരക്കണം എന്നുണ്ടെങ്കിൽ, ഓക്കെ സോറി 4 ലൈൻ വരക്കണമെങ്കിൽ 4 റേഞ്ച് കൊടുക്കേണ്ടത്. കാരണം ഐൻ്റെ വാല്യൂ ഇപ്പോൾ 0 മുതൽ 3 വരെ പോകും. 0 മുതൽ 3 എന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യം. ഇതിനുള്ളിൽ നമുക്ക് വരക്കേണ്ടത്, ഇപ്പോൾ ഇങ്ങോട്ടാണ് ഹെഡ് ചെയ്ത് നിൽക്കുന്നത്, ഈസ്റ്റ് സൈഡിലോട്ടാണ് ഹെഡ് ചെയ്ത് നിൽക്കുന്നത്, അതിനൊന്നും മുന്നോട്ട് മൂവ് ചെയ്യിക്കാം. സോ ടി ഡോട്ട് ഫോർവേഡ് അല്ലെങ്കിൽ എഫ് ഡി കമാൻഡ് യൂസ് ചെയ്യാം. ടി ഡോട്ട് ഫോർവേഡ് ഓഫ്, നമുക്കൊരു ലൈനിൻ്റെ ലെങ്ത്ത് ഒരു 150 കൊടുക്കാം, 150. ദെൻ ഇതിപ്പോൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടാകും. ഈ ലൂപ്പ് എൻഡ് ആകുമ്പോഴേ ഇത് ഡ്രോ ചെയ്യാൻ തുടങ്ങുകയുള്ളൂ. ദെൻ ഒന്നുകിൽ ഇതിനെ ഇങ്ങോട്ട് റൈറ്റ് ചെയ്യിക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യിക്കാം. നമുക്ക് താഴോട്ട് ഡയറക്റ്റ് ചെയ്യിക്കാം. സോ ടി ഡോട്ട് ലെഫ്റ്റ് ഓഫ്, സോറി റൈറ്റ് ആണ് താഴോട്ട്, ടി ഡോട്ട് റൈറ്റ് ഓഫ് ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിക്കേണ്ടി വരും, കാരണം റെക്റ്റാങ്കിളാണ് നിങ്ങൾ വരക്കുന്നത്. ഓക്കെ, ദെൻ ഒന്നുകൂടി എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. ഒന്ന് നോക്കാം, ഔട്ട്പുട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ലൈന് ഡ്രോ ചെയ്തു, പക്ഷേ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും? ഇവിടെ പെൻ അപ്പാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് പെന്ന് ഡൗൺ ചെയ്യണം. സോ ടി ഡോട്ട് പെൻ ഡൗൺ ഓഫ്. എഗെയിൻ ഇതൊന്നും കൂടി ചെയ്യാം. ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 4, ടി ഡോട്ട് എഫ് ഡി ഓഫ്, ഒന്നുകിൽ എഫ് ഡി അല്ലെങ്കിൽ ഫോർവേഡ്, എഫ് ഡി ഓഫ് 150 തന്നെ യൂസ് ചെയ്യാം. ടി ഡോട്ട് റൈറ്റ് ഓഫ് 90. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഒരു റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ഷേപ്പ് വേണമെങ്കിലും വരയ്ക്കാൻ പറ്റും. നിങ്ങൾക്കൊരു സ്റ്റാർ വേണമെങ്കിൽ വരക്കാം, അല്ലെങ്കിൽ ഒരു ഹെക്സഗൺ വേണമെങ്കിൽ വരക്കാം. ഹെക്സഗണും ഏകദേശം ഇതേ ലൂപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾ ഒരു 60 ഡിഗ്രി യൂസ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഹെക്സഗൺ വരക്കണം എന്നുണ്ടെങ്കിൽ കരുതുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഈ കഴ്സർ ഇവിടുന്ന് ഇങ്ങോട്ട് എത്തിക്കണം. സോ ആദ്യം പെന്ന് അപ്പ് ചെയ്യാം, പെൻ അപ്പ് ഓഫ്. ദെൻ ഈ പൊസിഷനിൽ നിന്ന് ഇതാണ് ഒറിജിന്, ഈ ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കണം. അപ്പോൾ ഇങ്ങോട്ട് നിന്നാൽ y വാല്യൂ റെഡ്യൂസ് ചെയ്യണം, എക്സ് വാല്യൂ കൂട്ടണം. സോ ടി ഡോട്ട് ഗോ ടു ഓഫ്, എക്സ് വാല്യൂ കൂട്ടണം. എക്സ് വാല്യൂ നമുക്കൊരു 200 കൊടുക്കാം, പോട്ടെ ഒരു 300 കൊടുക്കാം. y വാല്യൂ റെഡ്യൂസ് ചെയ്യണം, y വാല്യൂ ഒരു 150 കൊടുക്കാം, 150. ഓക്കെ,
സോറി 150 അല്ല -150 കൊടുക്കേണ്ടിയിരുന്നു, കാരണം ഇതിപ്പോൾ പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ മേലോട്ടാണ് പോവുക. കുഴപ്പമില്ല, നമുക്ക് ഇവിടെ ഒരു ഹെക്സാഗൺ വരച്ച് നോക്കാം. ഹെക്സാഗൺ വരക്കാനെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് വേണം വരക്കാൻ. ഇതേ കാര്യം തന്നെ ചെയ്യാം, പക്ഷേ അവിടെ ആംഗിൾ കൊടുക്കേണ്ടത് 60 ആണ് കൊടുക്കേണ്ടത്. ഹെക്സഗണിന് 6 സൈഡാണ് വരിക, സോ ഇവിടെ 6 ആണ് കൊടുക്കേണ്ടത്. നമുക്കതിന് കളറും കൂടി ഫില്ല് ചെയ്യാം. അപ്പോൾ ഈ ലൂപ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു കളറ് ചൂസ് ചെയ്യാം. സോ ടി ഡോട്ട് ഫിൽ കളർ ഓഫ്, നമുക്കൊരു കളർ ബ്ലൂ കൊടുക്കാം. ബ്ലൂ കളർ നമ്മൾ ചൂസ് ചെയ്തു. ഇനി നമുക്ക് പെന്നിന് ഡൗൺ ചെയ്യാം. ടി ഡോട്ട് പെൻ ഡൗൺ ഓഫ്, ടി ഡോട്ട് ബിഗിൻ അണ്ടർസ്കോർ fill of, then for I in range of 6 സൈഡ് ആണ് വേണ്ടത് ഹെക്സഗണിന്. ടി ഡോട്ട് എഫ് ഡി ഓഫ്, നമുക്കൊരു ചെറിയ ഹെക്സാണ് വരക്കാം. തൽക്കാലം ഒരു 100 പിക്സൽ 100 ലെങ്ത്ത് മുന്നോട്ട് മൂവ് ചെയ്യിക്കാം. അതിനുശേഷം അതിനെ റൊട്ടേറ്റ് ചെയ്യിക്കണം. ടി ഡോട്ട് ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കാം. ലെഫ്റ്റ് ഓഫ് ഒരു 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹെക്സഗൺ ഷേപ്പ് ആവുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് 6 ലൈന് ഡ്രോ ചെയ്യും. ഓക്കെ, അതിനുശേഷം ഇവിടെ ഒരു ഹെക്സഗൺ വരച്ചിട്ടുണ്ട്, അവിടെ സ്ക്രീനിൻ്റെ പുറത്ത് പോയിട്ടുണ്ടെന്നുള്ളൂ. പിന്നെ അതിനുശേഷം നമുക്ക് ടി ഡോട്ട് എൻഡ് അണ്ടർസ്കോർ ഫിൽ അടിച്ചു കഴിഞ്ഞാൽ ആ ഹെക്സഗണിൽ ബ്ലൂ കളറ് ഫില്ലാകും. ഓക്കെ, അങ്ങനെ ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡ്രോ ചെയ്യാം. ഇനി നമുക്ക് ഈ പൈത്തൺ പ്രോഗ്രാംസ് ഒരു സ്ക്രിപ്റ്റ് മോഡിലൊന്ന് റൺ ചെയ്ത് നോക്കാം. അതായത് ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇൻട്രാക്റ്റീവ് മോഡിലായിരുന്നു. അതായത് ഓരോ കമാൻഡ് ടൈപ്പ് ചെയ്യും, അത് എക്സിക്യൂട്ട് ചെയ്യും. ഇനി നമുക്ക് ഈ കമാൻഡ്സ് എല്ലാം ഒരു ഫയലിനകത്ത് സേവ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ആക്കിയിട്ട് ആ സ്ക്രിപ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ എഫക്റ്റ് വരുന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യാം, ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇതിനുള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കമാൻഡ്സൊക്കെ ഒരു ഫയലാക്കിയിട്ട് അത് ഒന്നിച്ച് ആ ഫയൽ ഒന്നിച്ചൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലൂപ്പിംഗ് റെക്റ്റാങ്കിൾ വരച്ച് നോക്കാം. ലൂപ്പിംഗ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പിലുള്ള, അതായത് ഇങ്ങനെ റെക്റ്റാങ്കിൾ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് സൈസ് ഇൻക്രീസ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള റെക്റ്റാങ്കിൾ ഓരോ പ്രാവശ്യം ഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് ആ ലൈനിൻ്റെ വിഡ്ത്തൊന്ന് റെഡ്യൂസ് ചെയ്തിട്ട് വരച്ച് നോക്കാം. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു ഫംഗ്ഷനാണ് വിഡ്ത്ത് ഫംഗ്ഷൻ ഉണ്ട്. വിഡ്ത്ത് ഫംഗ്ഷന് നിങ്ങൾ ഡ്രോ ചെയ്യുന്ന ലൈനിൻ്റെ വിഡ്ത്ത് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യും, അതുപോലെ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യാം. ഒന്നുകിൽ വിഡ്ത്ത് ഫംഗ്ഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പെൻ സൈസ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഇമ്പോർട്ട് ടർട്ടിൽ, നമുക്കൊരു ലൂപ്പ് യൂസ് ചെയ്യേണ്ടി വരും. ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ്, നമുക്ക് തൽക്കാലം ഒരു 10 ലൂപ്പ് അല്ലെങ്കിൽ 10 ലൈൻസ് ഡ്രോ ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മൾ ടർട്ടിൽ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. സോ ടി ഈക്വൽ ടു ടർട്ടിൽ ഡോട്ട് ടർട്ടിൽ ഓഫ്. ഓക്കെ, ഇപ്പോൾ ടി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. സോ ടി ഡോട്ട് നമുക്ക് വിഡ്ത്ത് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇനീഷ്യലി അതിൻ്റെ വിഡ്ത്ത് നമുക്ക് തൽക്കാലം ഒരു 10 കൊടുക്കാം. പെന്ന് ഡ്രോ ചെയ്യുന്ന ലൈനിൻ്റെ വിഡ്ത്ത്. അപ്പോൾ ഒന്നെങ്കിൽ പെൻ സൈസ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വിഡ്ത്ത് ഫംഗ്ഷന് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓരോ ടൈം ലൈൻ വരയ്ക്കുമ്പോഴും അതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്ത് വരണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഒരു വേരിയബിൾ കൂടി കൊടുക്കാം, -i എന്നും കൂടി കൊടുക്കാം. അപ്പോൾ ഇനീഷ്യലി ഐൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ വിഡ്ത്ത് 10 പിക്സലിൽ എന്ത് ചെയ്യും, ഒരു ലൈൻ ഡ്രോ ചെയ്യും. ഇതിന് അടുത്ത ഇറ്ററേഷൻ വരുമ്പോൾ ഐൻ്റെ വാല്യൂ 1 ആകും, കാരണം ഈ റേഞ്ച് ഫംഗ്ഷനിൽ നിന്നാണ് വാല്യൂസ് എടുക്കുക. ഐ ഇൻ റേഞ്ച് ഓഫ്, അപ്പോൾ 10 - 1 ആകും അതിൻ്റെ വിഡ്ത്ത്, അതായത് 9 ആയിരിക്കും. ഇതിന് അടുത്ത ഇറ്ററേഷനിൽ 8 ആകും, അടുത്ത ഇറ്ററേഷനിൽ 7 ആകും. അങ്ങനെ റെഡ്യൂസ് ചെയ്ത് വരും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് അവിടെ ഒരു ലൈന് വരക്കണം. സോ ടി ഡോട്ട് ഫോർവേഡ് ഓഫ്, നമുക്ക് തൽക്കാലം ലൈനിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ പ്രാവശ്യം വരയ്ക്കുമ്പോഴും അതിൻ്റെ ലൂപ്പ് ഇങ്ങനെ ലൈനിൻ്റെ സൈസ് കൂട്ടി വരണം. ഈ ഒരു ഷേപ്പിലാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇനീഷ്യലി ഒരു
50 കൊടുക്കാം. 50 പ്ലസ് 10 ഇൻറ്റു ഒരു ഇൻക്രിമെൻ്റ് എന്തെങ്കിലും കൊടുക്കാം, ഐ കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് ടൈം വരയ്ക്കുമ്പോൾ 50 പ്ലസ് 10 ഇൻറ്റു 0 ആകും, കാരണം ഇനീഷ്യലി അതിൻ്റെ വാല്യൂ 0 ആണ്. സോ ഫോർവേഡ് എന്ത് ചെയ്യും, ഒരു 50 പിക്സൽ ഇങ്ങോട്ട് വരക്കും. ദെൻ അതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാം. സോ ടി ഡോട്ട് റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കാം. ടി ഡോട്ട് റൈറ്റ് ഓഫ് നമുക്കൊരു 90 ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, കാരണം റെക്റ്റാങ്കിളാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ദെൻ അടുത്ത ഇറ്ററേഷൻ വരുമ്പോൾ എന്ത് ചെയ്യും, ഐൻ്റെ വാല്യൂ 1 ആകും. സോ വിഡ്ത്ത് 9 ആകും. 50 പ്ലസ് 10 അതായത് 60 ആകും. 60 ഇൻറ്റു 1 ദാറ്റ് ഈസ് 60. അപ്പോൾ താഴോട്ട് 60 ലെങ്ത്തിലൊരു ലൈൻ വരക്കും. ദെൻ അടുത്ത ഇറ്ററേഷൻ വരുമ്പോൾ ഇവിടെ 20 ആകും. 2 ഇൻറ്റു 10 ആകും, 20 ആകും. അതായത് 70, അതായത് ഇങ്ങോട്ടൊരു 70 പിക്സൽ വരക്കും. ദെൻ അതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമായി. അപ്പോൾ ഇതൊന്ന് സേവ് ചെയ്തിട്ട് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം, എന്തായിരിക്കും ഔട്ട്പുട്ട് എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ എനിക്ക് സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ ടി ഡോട്ട് റീസെറ്റ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ ക്ലിയർ എന്നുള്ള ഫംഗ്ഷനും ഉണ്ട്. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ. അതുപോലെ അൺഡു ഫംഗ്ഷൻ ഉണ്ട്, നിങ്ങൾ ലാസ്റ്റ് ഡ്രോ ചെയ്തത് അൺഡു ചെയ്യാൻ വേണ്ടിയിട്ട് ടി ഡോട്ട് അൺഡു എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഡെസ്ക്ടോപ്പിൽ ആ ഫയൽ ഒന്ന് സേവ് ചെയ്യാം. ഒരു ടെസ്റ്റ് എന്നുള്ള പേര് കൊടുക്കാം, ടെസ്റ്റ്. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് വരിക എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട്. ഇവിടെ 10 ലൈനാണ് വരച്ചത്. ഫസ്റ്റ് ലൈന് അതിൻ്റെ പിക്സൽ 10 ആണ്, അല്ല സൈസ് 10 ആണ്. ഇങ്ങോട്ട് 50 പിക്സലാണ് ഡ്രോ ചെയ്തത്. ദെൻ ഇങ്ങോട്ട് ഇതിൻ്റെ സൈസ് വിഡ്ത്ത് റെഡ്യൂസ് ചെയ്തു. ദെൻ ഒന്നും കൂടി വിഡ്ത്ത് റെഡ്യൂസ് ചെയ്തു. എഗെയിൻ വിഡ്ത്ത് റെഡ്യൂസ് ചെയ്തു, വിഡ്ത്ത് റെഡ്യൂസ് ചെയ്തു, വിഡ്ത്ത് റെഡ്യൂസ് ചെയ്തു. അങ്ങനെ ഡ്രോ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ഡിസൈൻ വേണമെന്നുണ്ടെങ്കിലും ഒരു സ്ക്രിപ്റ്റ് ആക്കിയിട്ട് ആ ഡിസൈന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രോ ചെയ്യാൻ പറ്റും. ആ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ഔട്ട്പുട്ടായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിസൈൻ ആവും കിട്ടുക. ഇനി ഈ കാണുന്നതെല്ലാം പൈത്തൺ ടർട്ടിൽ യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ഡിസൈൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കുക. അതിൻ്റെ കറസ്പോണ്ടിങ് കോഡും അതിനകത്ത് തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നല്ല നല്ല ഡിസൈൻസ്, ഡിഫറെൻറ്റ് കളർഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് പൈത്തൺ ടർട്ടിൽ യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് ഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ ഡ്രോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും സാധാരണ ഒരു പെയിൻറ്റ് അല്ലെങ്കിൽ ഫോട്ടോഷോപ്പൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഡ്രോ ചെയ്തുവിടെന്ന് തോന്നും. പക്ഷെ അതല്ല, ഇതിൻ്റെ പർപ്പസ് നിങ്ങൾക്ക് വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഡിസൈൻസ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാം യൂസ് ചെയ്യുകയാണ് നല്ലത്. അപ്പോൾ തൽക്കാലം നമുക്ക് ഡ്രോയിങ്ങിൻ്റെ ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.